ഗൈസ് ഇപ്പം നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്ന നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തുവിട്ട മുട്ട നമ്മൾ തുറക്കാൻ വേണ്ടി പോകേണ്ടത്. ഞാൻ പറഞ്ഞാണ് മര്യാദയ്ക്ക് വല്ല അരിയിലോ അല്ലെങ്കിൽ വല്ല മൈദയിലൊക്കെ മുക്കി വിട്ടാൽ മതി. എനിക്കാണെങ്കിൽ ഈ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നവർക്ക് താല്പര്യമില്ല. മുട്ട വല്ലതും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും മോൾക്കും കിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാടൻ മുട്ട ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര കെയർ ചെയ്യുന്നത്. മുട്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബോഡി പ്ലേസിന് ഭാര്യയൊക്കെ അത് പ്രിയപ്പെട്ടതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ആകെ 11 മുട്ടയുള്ളൂ. ഇതിലൊരെണ്ണം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മ വിവരമുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ അവസ്ഥ നോട്ടെ. ഇവിടെ വല്ല നാടൻ കോഴി വളർത്താൻ പറ്റിയെങ്കിൽ വളർത്തിയത്. ഇവിടുത്തെ മുട്ടയ്ക്കൊക്കെ നാട്ടിലത്തെ ഒരു ക്ലോറിൻ വെള്ളത്തിന് ചോദിക്കുക. ഉണ്ണിയൊന്നും കഴിക്കാൻ മതി, എന്നാലും ഞാൻ കഴിക്കും. കളയാൻ പറ്റുമോ? വൈകിട്ട് തുടങ്ങുന്നല്ലേ. വേറെ പാക്കറാണ്. കിളിങ്ങണമില്ല കേട്ടാ, മണവുമില്ല. അപ്പോൾ കുട്ടീൻ്റെ വില ഇരിക്കുക. ഓഫ്, തെക്കാളിപ്പടിയും ഗോദ്രേജിൻ്റെ കൂട്ടെന്ന് പറഞ്ഞ പോലെ എത്ര ചുറ്റിട്ട് വെച്ചിരിക്കുന്നു. മുട്ടയൊന്നും പൊട്ടാണ്ടിരിക്കട്ടെ. ഇന്നലെ അങ്ങനെ പോകും, കാത്തിരിക്കാൻ വയ്യ. നാടൻ മുട്ട കഴിച്ചിട്ട് കുറേ കഴിഞ്ഞു. ഇവിടെ കിട്ടിയാവോ? ഉപാല് കിട്ടും കഴിക്കരുത്. നാടൻ മുട്ട ടേസ്റ്റ് ഒന്നും വേറെ. ഇത് കഴിക്കുമ്പോൾ കൊണ്ട് സംതൃപ്തി. നമ്മൾ ഇവിടുത്തെ എത്ര ലാഭം പറ്റില്ല. തുറക്കാൻ പോണ്, സംഭവം തുറക്കാൻ പോണ്. മണുണ്ടല്ലോ, പൊട്ടിയ വലുതും. ഈശോ, പക്ഷെ പൊട്ടിൻ്റെ പൊട്ടി പൊട്ടി എല്ലാം പൊട്ടിയുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് തൂക്കിയിടോ. ഒന്നും പൊട്ടിയില്ല. എന്നൊക്കെ ഇത് കിടക്കാം. ഒന്നും പൊട്ടിയില്ല. ഇത് പൊട്ടി. ഒന്ന് പൊട്ടി. 11 മുട്ടയായിരുന്നേ. 2 പൊട്ടിയില്ല.